കേരള ബാങ്ക് അല്ലേ? അപ്പോൾ കേരള ബാങ്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ എങ്ങനെയാണ് എക്സാം, ഏതൊക്കെ പേപ്പർ ടഫ് ആയിരുന്നോ ഈസി ആയിരുന്നോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിന് പോവാം. എന്താ പേര്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഏതെങ്കിലും ടഫ് ഏരിയകൾ ഏതെങ്കിലും ഉണ്ടായിരുന്നു? സബ്ജക്റ്റോ ഏതെങ്കിലും ആയിട്ട്? ആലോചിച്ചെടുക്കാൻ താമസം വരുമായിരുന്നു. അതെ. അപ്പം അതുകൊണ്ട് സമയമൊന്നും കിട്ടില്ല. JCA പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ഈ കോപ്പറേറ്റീവ് ജോലി ചെയ്യുന്നപ്പോൾ അതെ അല്ലേ? അപ്പോൾ എക്സാം സബ്ജക്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ? സബ്ജക്ട് പഠിച്ചവർക്ക് കുഴപ്പമില്ലായിരുന്നു. അതെ അല്ലേ? പേരെന്താ? പേര് നീതി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. JCA-നെക്കും ബെറ്റർ ആയിരുന്നു. വായിച്ചെടുക്കാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് വായിച്ചെടുക്കാൻ കുറച്ച് മറ്റേ JCA അത്ര ടഫ് ഇല്ലായിരുന്നു? ഇല്ല അല്ലേ? അപ്പോൾ നല്ല രീതിയിൽ കട്ട് ഓഫ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? നല്ല കട്ട് ഓഫ് ആയിരിക്കും. അതെ. ഇനി CSEB എക്സാം എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അതെ അല്ലേ? പേരെന്താ? അഞ്ജന. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുറച്ച് ടഫായിരുന്നു. സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു കുറച്ച് ടഫ്. ബാക്കി അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു. JCA-യുടെ എക്സാം അപേക്ഷിച്ച് ടഫായിരുന്നു അല്ല ഈസി ആയിരുന്നു? JCA-യുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇച്ചിരി വായിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കട്ട് ഓഫ് എങ്ങനെയാ, പ്രതീക്ഷ ഉണ്ടോ? അതെ. ഓക്കെ. പിന്നെ CSEB എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇനി മറ്റേതെല്ലാം ഉണ്ട് അല്ലേ? കേരള ബാങ്ക് എക്സാം കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂ പ്രകാരം പലർക്കും ടഫായിരുന്നു എക്സാം. നമുക്ക് നേരം വൈകാതെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുമായി ആതിര മിസ് ഉടൻ തന്നെ ലൈവിൽ വരുന്നതായിരിക്കും. ഗുഡ് ഈവനിങ്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? കേരള ബാങ്കിന്റെ എക്സാം എളുപ്പമായിരുന്നോ? എന്താ എക്സാമിന്റെ ഒരു സ്റ്റാറ്റസ്? ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കിട്ടിയത്. ചില ആളുകൾ എക്സാം JCA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമാന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ ടഫ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായത് JCA എക്സാമിനേക്കാൾ സാമാന്യം ടഫുള്ള ഒരു എക്സാം ആയിട്ടാണ് ഈ ഒരു എക്സാമിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. കാരണം JCA എക്സാം കുറച്ചും കൂടി ഡയറക്റ്റ് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു JCA ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ തന്നെ ചോദ്യം ചോദിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അറിയും. നമുക്ക് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്യേണ്ടതെന്ന് തന്നെയുള്ള സംശയം ഉണ്ടായിരുന്ന കുട്ടികൾ ഉണ്ടാവും. അതായത് പല ക്വസ്റ്റിനും ഒരു ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ഇതിന്റെ കമ്പാരിസൺ ഉള്ള രീതിയിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് സാധാരണ സ്റ്റേറ്റ്മെന്റ്സ് അല്ലാത്ത അതിൽ നിന്നും കുറച്ചും കൂടി ലെവൽ കൂടിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ എക്സാമിന് വന്നത്. ഓക്കെ, നെഗറ്റീവ് വന്നു പറയാം. ഓക്കെ, നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ലൈവ് സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയുന്ന കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് അത്യാവശ്യം വേക്കൻസി ഉള്ള ഒരു എക്സാം ആണ് ഈ കേരള ബാങ്കിന്റെ എക്സാം. അപ്പൊ സ്വാഭാവികമായിട്ടും ടഫായി കഴിഞ്ഞാൽ കട്ട് ഓഫ് പൊതുവെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയുന്ന കാര്യങ്ങൾ എഴുതാം. വെറുതെ നെഗറ്റീവ് അടിച്ച് ഉള്ള മാർക്ക് കളയാതിരിക്കും. മാത്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് മാത്സ് നമുക്ക് എന്താ ഈ ഒരു സിലബസ് എന്ന് പറയും. ഇപ്പൊ JCD കേരള ബാങ്കിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മള് ഒരു ബേസിക് ലെവൽ കോപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് ആണ്. പക്ഷെ മാത്സും ഇതൊക്കെ എന്ന് പറയുന്നത് സാധാരണ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ടാണ് CSEB എക്സാം പല ആളുകൾക്കും ക്ലിയർ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ കോഡ് A ആണ്. 40 പോലും കിട്ടില്ല രജനി. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോ ആദ്യത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A പ്രകാരം കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്, ഇത് ഒരു ഡയറക്റ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ തോന്നും. പക്ഷെ കുറച്ചങ്ങോട്ട് ബാക്കിലേക്ക് പോകുമ്പോഴേ നമുക്ക് എന്താണ് അതിന്റെ ലെവല് മനസ്സിലാവുള്ളൂ.
അപ്പം ആദ്യത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. അല്ലാത്തത് എന്താ? റൈറ്റ് ഓഫ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. ബാക്കിയൊക്കെ ക്യാപിറ്റലിസത്തിന്റെ ഫീച്ചർ ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്? സ്റ്റേറ്റ് ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടത് സോഷ്യലിസം ആണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ആദ്യം ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാ? DR ഗാഡ്ഗിൽ ആണ്. പിന്നീട് ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് ഇസ് ദ മാക്സിമം ഓഫ് കമ്മ്യൂണിസവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെ ഒക്കെ മാക്സിംസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കമ്മ്യൂണിസവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇത്. പിന്നെ കോർപ്പറേറ്റ് ബോഡി റെപ്രസെന്റ്, ഇത് പലർക്കും തെറ്റാൻ സാധ്യതയുണ്ട്. അധികം ആളുകളും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി കാണുമ്പോൾ തന്നെ എഴുതും. പക്ഷെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും കോപ്പറേറ്റീവ് സൊസൈറ്റിയും കോർപ്പറേറ്റ് ബോഡിയാണ്. നമ്മളുടെ സെക്ഷൻ 9 പറയുന്നില്ലേ ബോഡി കോർപ്പറേറ്റ് എന്നുള്ള, അത് പ്രകാരം ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, who recommended the revised cooperative principle by ICA in 1995? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് റിവൈസ് ചെയ്ത് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഇവാൻ മാക്പേഴ്സൺ ആണ്. പിന്നീട്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്തത് ഏതാണെന്നാണ്. കോപ്പറേറ്റീവ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓൺലി ഫോർ മെമ്പേഴ്സ് ആണ്. ഇതാണ് തെറ്റായത്. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഐഡന്റിഫൈഡ് ആസ് കോപ്പറേറ്റീവ് വാല്യൂ? ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് ഇത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ബാക്കി എല്ലാം എന്താണ്? പ്രിൻസിപ്പിൾസ് അല്ല. അപ്പൊ വാല്യൂസും പ്രിൻസിപ്പിൾസും എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡി ആണ് ആൻസർ. ക്യാഷ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ സജസ്റ്റഡ് ബൈ ആരാണ്? റോക്ക്ഡെയിൽസ് പൈനിയേഴ്സിന്റെ ആണ്. നെക്സ്റ്റ് വൺ ആണ്, കാർവേ കമ്മീഷൻ ഓൺ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. കാർവേ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത ഡേറ്റും അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഡേറ്റും പലതവണ നമ്മൾ ക്ലാസ് പറഞ്ഞാണ് 1966 ആണ്. ഫൈൻ റൈഫേസൺ, ഇതൊക്കെ എളുപ്പമാണ്. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫൈൻ റൈഫേസൺ എന്ന് പറയുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണ് പറഞ്ഞത്. സ്കെയിൽ ഓഫ് ഫിനാൻസ്, ഇത് സംശയം വരാൻ സാധ്യതയുണ്ട്. സ്കെയിൽ ഓഫ് ഫിനാൻസ് പ്രിപ്പയർ ചെയ്യുന്നത് DCB ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് PACS ആണ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ബൈ മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഹൗസ് ഫെഡ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പഠിക്കണം എന്നുള്ള. ഹൗസ് ഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണ്. ഡബിൾ കമ്പാർട്ട്മെന്റ് സിസ്റ്റം റിലേറ്റഡ് ടു കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്താണ്. സ്റ്റോക്ക് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രിന്റിംഗ് വിങ് ഓഫ് SPCSന്റെ പ്രിന്റിംഗ് വിങ് ഏതാന്നുള്ളതാണ്. അത് ഇന്ത്യ പ്രസ് ആണ്. NBS എന്നുള്ളത് SPCSന്റെ ബുക്ക് സ്റ്റോൾ ആണ്. അതാണ് സംശയം വരാൻ സാധ്യത. പിന്നെ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1963 ഓപ്പറേഷൻ ഫ്ലഡ് NDDBയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സെസ് ഫണ്ട് ഹാൻഡ്ലൂം സൊസൈറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ക്രിപ്കോ നമ്മൾ പറഞ്ഞു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സും ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഏതെങ്കിലും ഒന്ന് വരും എന്നുള്ളത് ക്രിപ്കോയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് വന്ന്. ക്രിപ്കോ ഫൗണ്ട് ചെയ്തത് 80 വിച്ച് എമംഗ് ദ ഫോളോയിങ് ആർ എൻഗേജ്ഡ് ഇൻ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഇൻ കോപ്പറേറ്റീവ് സെക്ടർ? ഇഫ്കോയും ക്രിപ്കോയുമാണ്. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ to be met in respect of purchase of shares of society using principal state partnership fund or subsidiary state partnership fund? എന്താണ്? പ്രയർ ഗവൺമെന്റ് അപ്രൂവൽ റൈറ്റിംഗിൽ ആവശ്യമാണ്. ലയബിലിറ്റി should be limited to extent of amount paid by such shares. A ആണ് ആൻസർ. നെക്സ്റ്റ് വൺ ആണ്, which of the following statement are related to nature of state aid societies? അതായത് യു ആർ റിക്വയർഡ് ടു ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. ഗവൺമെന്റ് മേ സബ്സ്ക്രൈബ് ഷെയർസ് ടു ഷെയർ ക്യാപിറ്റൽ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഗവൺമെന്റ് ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഓഫ് സച്ച് സൊസൈറ്റി. അത് തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ ദ ഗവൺമെന്റ് മേ പ്രൊവൈഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സൊസൈറ്റി ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർ ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് ഈസ് പ്രൊവൈഡഡ് ബൈ അപെക്സ് സൊസൈറ്റി ടു സെൻട്രൽ സൊസൈറ്റി. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് യൂണിറ്ററി ടൈപ്പ് സൊസൈറ്റി? ഈ ഒരു പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ JCA എക്സാമിന് നമ്മളുടെ കോർപ്പറേഷന്റെ പാർട്ടിന് 7th മൊഡ്യൂൾ ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ മൊഡ്യൂളിന് ഒരു ചോദ്യം പോലും വന്നിട്ടില്ലായിരുന്നു.
പക്ഷെ ആ ഒരു കംപ്ലൈന്റ് എന്താണ്, ഈ ഒരു എക്സാമിൽ അത് സോൾവ് ചെയ്തു എന്നുള്ളതാണ്. ഈ എക്സാമിന് കുറച്ചധികം ചോദ്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് യൂണിറ്ററി സൊസൈറ്റി ഫെസിലിറ്റേറ്റ് അപ്ഹോൾഡിംഗ് വാല്യൂസ്, അതുപോലെ തന്നെ ലാർജ് സൊസൈറ്റി ആൻഡ് ബ്രാഞ്ചസ് ഓൾ ഓവർ ദ കൺട്രി ഓപ്പറേറ്റിംഗ് പാറ്റേൺ ഓഫ് യൂണിറ്ററി സൊസൈറ്റി, ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി. ഇതിന്റെ ആൻസർ വരുന്നത് 1 and 4 ആണ്. നെക്സ്റ്റ് വേണം, ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് പലർക്കും കൺഫ്യൂഷൻ. കാരണം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊന്നും അല്ല, ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ യു ആർ ഗിവൺ വിത്ത് എ സെറ്റ് ഓഫ് ഫാക്ട്സ് ഡിസ്ക്രൈബിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫെഡറൽ ആൻഡ് യൂണിറ്ററി ടൈപ്പ് സൊസൈറ്റി. ഐഡന്റിഫൈ ദ ഡിസ്ട്രിക്ട് ക്യാരക്ടർ in each combination having 3 sets that does not describe features of federal society. ഇത് ഈ ഒരു സെറ്റില് ഫെഡറൽ സൊസൈറ്റിന്റെ ഫീച്ചേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാത്ത ഏതാണെന്നാണ്. സി ആൻസർ ഡി ആണ്. ഡിയിൽ എന്താണ്? C1, B2, B3, A1. ഈ ഒരു ഡി ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ ആണ് ദ ഇന്റർ relationship among cooperation, competition and conflict is best described the following decision. Match part 1 description to part 2. അതായത് ഇതും ആ ഒരു ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. കോപ്പറേഷൻ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഇതിൽ എന്താണ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പിന്നെയും സുഖമുണ്ട്. കാരണം എന്താ, നമ്മള് JS മില്ലിന്റെ അത് പഠിച്ചതാണ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് നോബ്ലസ്റ്റ് ഐഡിയ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് കണക്ട് ചെയ്തിട്ട് സി എന്ന് പറയുന്നത് 1 ആണ്. സി 1 വേറെ ഇതിൽ വരാത്തത് കൊണ്ട് തന്നെ ബി ആണ് ആൻസർ വരുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് JCE പരീക്ഷയ്ക്ക് മാത്സ് ഫോളോയിങ് ഒക്കെ കുറച്ച് സിമ്പിൾ ആയിരുന്നു. ഏതെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബാക്കിയുള്ളത് കണക്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇതിന് 2 ഓപ്ഷനൊക്കെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. Who all are exempted from payment of audit fee as per Kerala Cooperative Societies Act എന്നാണ് ആൻസർ വരുന്നത്. All social welfare and farming society who do not accept deposit or grant advances, and any viewer society until his 6th cooperative year after its commencement of working on. Next one ആണ്, which of the following record maintained by cooperative auditor and complete and permanent record of work done during the audit of the society. Working sheet ആണ്. The characteristic feature of related to formation, objective, functioning and design versus greenhouse cooperative are listed below. Which combination features best describe greenhouse cooperatives? Option A ആണ്. Local effort grown on their own, mobilization of hidden resources, disclose. Next one ആണ് സിംഗിൾ പർപ്പസ് സൊസൈറ്റി മൾട്ടി പർപ്പസ് റിലേറ്റഡ് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ ആൻസർ, അതായത് 2 ഓപ്ഷൻ തന്നിട്ട് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ ആണ്, the following statements are related to evaluating a cooperative organization in 3 dimensions: member dimension, enterprise dimension and ethical dimension. Classify the statement into 3 dimensions appropriately. അതായത് ഈ മെമ്പർ ഡയമെൻഷനും എന്റർപ്രൈസ് ഡയമെൻഷനും എത്തിക്കൽ ഡയമെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ ആണ്, ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു മാച്ച് ഓഫ് ഫോളോയിങ് ആണ്. സെക്ഷൻ 65 പ്രകാരം ഓഡിറ്റ് ഫീസ് എങ്ങനെയാന്നുള്ളതാണ്. സൊസൈറ്റി ഹാവിംഗ് ക്രെഡിറ്റ് സൊസൈറ്റി, സൊസൈറ്റി ഡീലിംഗ് ഇൻ ഗുഡ്സ്, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇതിന്റെ വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഇതും എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ഹൈറാർക്കി ആണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? താലൂക്ക് ലെവൽ ഉദ്യോഗസ്ഥനാണ്. അഡീഷണൽ ഡയറക്ടർ സ്റ്റേറ്റ് ലെവൽ ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ജോയിന്റ് ഡയറക്ടർ ജില്ലാ ലെവൽ ഉദ്യോഗസ്ഥനാണ്. സീനിയർ ഓഡിറ്റർ യൂണിറ്റ് ലെവൽ എംപ്ലോയി ആണ്. Which of the with respect to preparation of audit memorandum, audit report and audit certificate, which one of the facts are correct എന്നാണ്. അതായത് auditor has to furnish a certificate in form of audit report attached to audit note. Correct ആണ്. Audit memorandum is prepared by auditor on finalizing audit after a year. Correct ആണ്. Audit memorandum is the form of questions to be answered by auditor
ഇൻ ദ റെഫറൻസ് ബുക്ക് ഓഫ് ഓഡിറ്റ് വർക്ക്ഷീറ്റ് ഫൈനൽ, അത് കറക്റ്റ് ആണ്. മെമ്മോറാണ്ടം ഈസ് സബ്മിറ്റഡ് വിത്ത് ഡ്രാഫ്റ്റ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് സമ്മറി ഓഫ് ഡിഫക്ട്സ്. അപ്പൊ എല്ലാം കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ടു ബി പബ്ലിഷ്ഡ് ഓർ എക്സിബിറ്റഡ് ബൈ സൊസൈറ്റി ഇൻ നോട്ടീസ് ബോർഡ് ഓഫ് ദ സൊസൈറ്റി എന്നാണ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് R&D, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്, ഇത്രയും കാര്യങ്ങൾ സമ്മറി ഓഫ് ഡിഫക്ട്സ് ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ഡ്യൂട്ടീസ് പവേഴ്സ് ഓഫ് രജിസ്ട്രാർ റിലേറ്റഡ് ടു സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 4 and 5 ഓൺലി. ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെന്റ് ഓഫ് ഓഫീസർ ആൻഡ് ദെയർ പ്രൊമോഷൻ ആൻഡ് ഇന്ത്യൻ seniority are to be adjudicated by the registrar. The registrar has a power to adjudicate upon the service dispute. Next one ആണ് which ഇതും എല്ലാവർക്കും അറിയുന്ന ആൻസർ ആയിട്ടാണ്. which one of the following combination of nature of dispute and authority to whom it shall be referred is correct? ഡിസ്പ്യൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ്. നോൺ മോണിറ്ററി എന്താണ്? ആർബിട്രേഷൻ കോർട്ടിന്റെ അടുത്താണ്. മോണിറ്ററി എന്താണ്? രജിസ്ട്രാർ അടുത്താണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. Whenever there is inconsistency or repugnancy exists between the provisions of the Kerala Cooperative Societies Act and Industrial Dispute Act, which one of the following hold true എന്നാണ്. ഇതൊരു ചെറിയ സംശയമുണ്ട് ഈ ഒരു ആൻസർ. കാരണം പ്രൊവിഷണൽ കീ പ്രകാരം ഇതാണ്. പക്ഷെ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും KCS ആക്ടും രണ്ടിനും രണ്ട് രീതിയിൽ സെയിം എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ പ്രൊവിഷണൽ കീ പ്രകാരം ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, വിത്ത് റെസ്പെക്ട് ടു നേച്ചർ, പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രൈബ്യൂണൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ്. ഇറ്റ്സ് എ ഫോറം സബോർഡിനേറ്റ് ടു രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ട്രൈബ്യൂണലുമായിട്ട് റിലേറ്റ് ചെയ്ത ഡേയ്സ് പറഞ്ഞിട്ടാണ്. ടൈം ലിമിറ്റ് 60 ദിവസമാണ്. റീസണബിൾ ടൈം ലിമിറ്റ് ഫോർ റിവിഷൻ 90 ദിവസമാണ്. പീരീഡ് ഓഫ് ലിമിറ്റേഷൻ 30 ദിവസമാണ്. അപ്ലിക്കേഷൻ ഫോർ റിവ്യൂ 90 days ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ് കോപ്പറേറ്റീവ്സ് ആർ ഡിസ്പ്യൂട്ടഡ് ഇൻ ഫോളോയിങ് ടേബിൾ. ഡയറക്റ്റ് ഇത് നമ്മുടെ ആ സോഴ്സ് ഓഫ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ഏരിയ എന്നാണ്. എന്താണ്? ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ ഷുഡ് ഷെയർ ക്യാപിറ്റൽ ബൈ ഗവൺമെന്റ്, അത് ഓപ്ഷൻ സി ആണ്. സെക്ഷൻ 44 ആണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 44 ആണ്. ഡിസ്പോസ് ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, അത് ഓപ്ഷൻ ഡി ആണ്, സെക്ഷൻ 51. ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓർ ഡിവിഡൻഡ് എന്നുള്ളത് ഓപ്ഷൻ ബി, സെക്ഷൻ 50 ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ does constitute a form of state aid to cooperative societies എന്നാണ്. ഗ്യാരണ്ടി റീപേയ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബവ് ആണ്. നെക്സ്റ്റ് വൺ ആണ്, which of the if a society in which shares are purchased from money in subsidiary state partnership fund is dissolved or vowed, the authority having claim against central society which purchase shares in respect of any loss എന്നുള്ള ആ ചോദ്യത്തിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, neither government nor apex society. നെക്സ്റ്റ് വൺ ആണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വോട്ടിംഗ് റൈറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് സെക്ഷൻ 1912 ആണ്. 1912 ആക്ട് പ്രകാരം വോട്ടിംഗ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദ്യം. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിൽ വോട്ടിംഗ് റൈറ്റ് ഡിസൈഡ് ചെയ്യുന്ന ബൈലോ ആണ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റിയിൽ ഒരു പേഴ്സൺ ഒരു വോട്ട് എന്നുള്ളതാണ്. പ്രോക്സി രജിസ്റ്റേർഡ് സൊസൈറ്റിയിൽ പ്രോക്സി അപ്പോയിന്റ് ചെയ്യുന്നത് അതിലെ മെമ്പേഴ്സ്, പ്രോക്സി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അതിലെ മെമ്പേഴ്സിനെ തന്നെ ആയിരിക്കും. അപ്പൊ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹൈലൈറ്റ് ഓഫ് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈലൈറ്റ് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മൾട്ടി ഏജൻസി അപ്രോച്ച്
in developing cooperatives. Identify the wrong statement from the following on Committee on Cooperative Law 1957 ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ആൻസർ വരുന്നത് കമ്മിറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. വിച്ച് ഓഫ് എമംഗ് ദ ഫോളോയിങ് വാസ് ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി? അത് എല്ലാവർക്കും അറിയാനാണ്. മോഡൽ ലോയുമായിട്ട് റിലേറ്റ് ചെയ്തത് ചൗധരി ബ്രഹ്മപ്രകാശ് ആണ്. As per the provisions of Multi-State Cooperative Societies Act 2002, area of operation എന്ന് പറയുന്നത് area from which the persons are admitted as members ആണ്. ഇനി ഇതിന്റെ അറേഞ്ച്മെന്റ് ആണ്. ആദ്യം ഏതാണ് എന്നുള്ളതാണ്. ആദ്യം വന്നത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. പിന്നെ ഉള്ളത് മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. പിന്നെ കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പൊ ഇത്രയാണ് കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ്, 50 ചോദ്യങ്ങൾ. ഇനിയുള്ളത് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ബാങ്കിങ്ങില് ഇൻ ബാങ്കിങ് സേഫ്റ്റി ഈസ് ട്രീറ്റഡ് ആസ് എ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് ലെൻഡിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് ഈസ് ബോറോവേഴ്സ് കപ്പാസിറ്റി ടു പേ ആണ്, വില്ലിംഗ്നെസ് ടു പേ ആണ്, കപ്പാസിറ്റി ടു ഇൻകം ജനറേഷൻ ആണ്. നെക്സ്റ്റ് ചെക്ക് എന്ന് പറയുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്, ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കർ. ചെക്കിന്റെ ഡെഫിനിഷൻ അതാണ്. പക്ഷെ അതിൽ താഴെ പറയുന്നതിൽ ഏതാണ് കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളതാണ്. ബിൽ റീഡിസ്കൗണ്ടഡ് ആസ് ബാങ്കർ. ബിൽ റീഡിസ്കൗണ്ടഡ് ആസ് ബാങ്കർ ആണ്. നെക്സ്റ്റ് വൺ ആണ് വിച്ച് ഓഫ് ദ ഫാക്ടേഴ്സ് ക്യാൻ ഡയറക്ട്ലി അഫക്ട് ദ ക്രെഡിറ്റ് ക്രിയേഷൻ എബിലിറ്റി ഓഫ് ക്യാഷ് റിസർവ് ബാങ്ക്. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ ആണ് ബാങ്ക്. ഇത് എളുപ്പമുള്ളതാണ്. ബാങ്കിങ്ങിന്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ബാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ നിന്നാണ്. നെക്സ്റ്റ് വൺ ആണ് 55th ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ഓൺ മോണിറ്ററി പോളിസി കമ്മിറ്റി. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ ആണ്. ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഫോർ ദ പ്രസന്റ് പീരീഡ് ഈസ് ബിറ്റ്വീൻ 1% to 7%. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കൺസിഡർ ആസ് പോളിസി റേറ്റ്. പോളിസി റേറ്റ് ഏതാന്നുള്ളതാണ്. റിപ്പോ റേറ്റ് ആണ് പോളിസി റേറ്റ്. ഇതൊന്നും പോളിസി റേറ്റ് അല്ല. നെക്സ്റ്റ് നമുക്ക് പറയാം കേട്ടോ വിഷ്ണു. കട്ട് ഓഫ് റേറ്റ് നമുക്ക് പോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ, അതനുസരിച്ചിട്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റിലേറ്റഡ് ടു ഹിസ്റ്ററി ഓഫ് RBI. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് 57ാമത്തെ ചോദ്യം. ദ അക്കൗണ്ടിംഗ് പീരീഡ് ഓഫ് RBI എന്ന് പറയുന്നത് ഡ്യൂറിങ് ഇൻസ്പെക്ഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. ജൂലൈ ടു ജൂൺ എന്നുള്ളതാണ്. അതാണ് റോങ് ആൻസർ. നെക്സ്റ്റ് വൺ ആണ് ദ ഫോളോയിങ് ആർ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ RBI റോൾ ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. റൂൾ ഓൺ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആർ നോട്ടിഫൈഡ് ബൈ RBI. Consider the following statement regarding the history of State Bank of India. You are requested to identify the wrong statement എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. Bank of Bengal was formed in 1909 to take over Bank of Calcutta. ഇനി ഉള്ളത് 60ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ക്രെഡിറ്റ് കൗൺസിലുമായിട്ട് റിലേറ്റ് ചെയ്താണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ്. ഇതിൽ വരുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് നബാർഡിന്റെ ഫോർമേഷന് കാരണമായി എന്നുള്ളതാണ്. നമുക്കറിയാം നബാർഡിന്റെ ഫോർമേഷന് കാരണമായത് എന്താണ്? ട്രാഫിക് കാർഡ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്. നെക്സ്റ്റ് വൺ ആണ് ബിലോ ഗിവൺ ദ സ്റ്റേറ്റ്മെന്റ്സ് ലീഡ് ബാങ്ക് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ്. റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ December 1969 എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് ദ ഫസ്റ്റ് റീജിയണൽ ബാങ്ക്? റൂറൽ ബാങ്ക് പ്രഥമ ബാങ്ക് ആണ്, പ്രഥമ ഗ്രാമീണ ബാങ്ക് ആണ്. നെക്സ്റ്റ് വൺ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ ഓൺ കമ്മിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സിസ്റ്റം. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പെടാത്തത് ഏതാന്നുള്ളതാണ് 63ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ്. NPA 3% നിന്ന് റെഡ്യൂസ് ചെയ്യാന്നുള്ളത് അത് റെക്കമെൻഡേഷനിൽ പെടാത്തതാണ്. നെക്സ്റ്റ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പേയ്മെന്റ് ബാങ്ക്. ഐഡന്റിഫൈ ദ റോങ് വൺ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം. നെക്സ്റ്റ് വൺ ആണ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്
are on small finance bank, identify the wrong statement ആണ്. ഓപ്ഷൻ എ ആണ്. സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർ റിക്വയർഡ് ടു ഓപ്പൺ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ബാങ്ക് ബ്രാഞ്ച് ഇൻ അൺബാങ്ക്ഡ് റൂറൽ ഏരിയ. അതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഇനി ആസ് പെർ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, a banking company can pay dividend only on satisfying the following condition except, താഴെ പറയുന്ന കണ്ടീഷനിൽ എക്സെപ്റ്റ് ചെയ്തിട്ട് ഉള്ള കണ്ടീഷൻ ഏതാ, എക്സെപ്ഷൻ ഏതാന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. പ്രൊവിഷൻ 25% ഓൺ നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. നെക്സ്റ്റ് വൺ ആണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഡെഫ്. ഡെപ്പോസിറ്റേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ഫണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇതിന്റെ ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രയർ അപ്രൂവൽ ഓഫ് RBI is required for giving back the debt to customer. 68 സ്റ്റേറ്റ്മെന്റ് given below are related to inspection under section 35 of banking regulation act. Identify the statement which is wrong എന്നുള്ളതാണ്. അതിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബോത്ത് ഇൻസ്പെക്ഷൻ ആൻഡ് സ്ക്രൂട്ടിനി is done by the person who possesses the qualification of auditor എന്നുള്ളതാണ്. നെക്സ്റ്റ്, ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഓൺ വോളണ്ടറി വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനി. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ 360 days. പിന്നെ ഇന്റഗ്രേറ്റഡ് ഒംബുഡ്സ്മാൻ സ്കീം കവർ ഓൾ പ്രീവിയസ് ഒംബുഡ്സ്മാൻ സ്കീംസ് എക്സെപ്റ്റ് ഏതാന്നുള്ളതാണ്. എക്സെപ്റ്റ് ഓപ്ഷൻ സി ആണ്. ഒംബുഡ്സ്മാൻ സ്കീം ഫോർ ഫോറിൻ ബാങ്ക് 2007. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൺ ദ സെക്യൂർഡ് പോർഷൻ ഓഫ് ഡൗട്ട്ഫുൾ അസെറ്റ് ഫോർ പീരീഡ് 1 to 3 years ടു ബി ചാർജ് ആസ് എ പ്രൊവിഷൻ ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 40% ആണ്. നെക്സ്റ്റ്, എസെൻഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ഏതാന്നുള്ളതാണ്. സി ആണ്. ടൈറ്റിൽ ആൻഡ് റൈറ്റ് ടു സ്യൂ ആണ്. 73ാമത്തെ ചോദ്യം, in 1999 the government of India started dash to promote self-employment in rural area. and ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗാന്ധി ഗ്രാം സ്വരോസ്കർ യോജന. നെക്സ്റ്റ്, ക്യാമൽസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ആ ക്യാമൽസിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. Capital adequacy, asset quality, management capability, earnings, liquidity and sensitivity to market risk. 75ാമത്തെ ചോദ്യം, ഇതിൽ ഏതാണ് കസ്റ്റമർ ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഏതാന്നുള്ളതാണ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഏതാന്നുള്ളതാണ്. എല്ലാതും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ആണ്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ആണ്. ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കോർ ബാങ്കിങ് എന്ന് പറയുന്നത് വേരിയസ് ഡെലിവറി ചാനൽസ്. മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് ബ്ലാക്ക് മണി. ട്രോജൻ ഹൗസ് എന്ന് പറയുന്നത് സ്റ്റീൽ ലോഗിൻ ഇൻഫോർമേഷൻ. ഓൺലൈൻ ബാങ്കിങ് എന്ന് പറയുന്നത് ബിൽ പേയ്മെന്റ്. ഇനി ബാങ്കിങ് ഒംബുഡ്സ്മാൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻട്രൊഡ്യൂസ്ഡ് ബാങ്കിങ് ഒംബുഡ്സ്മാൻ ഇൻ 1995 ആണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ. സ്റ്റോപ്പ് ലോൺസ് ആർ യൂഷ്വലി ഷോർട്ട് ടേം ഇൻ നേച്ചർ ആണ്. 79ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് വൺ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് എ ആൻഡ് ബി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന അൺകണ്ടീഷണൽ ഓർഡർ ആണ്. ഇൻ കേസ് ഓഫ് പ്രോമിസറി നോട്ട് ദർ ഈസ് നോ നോട്ടീസ് ഈസ് റിക്വയർഡ് ടു മേക്കർ. സ്വിഫ്റ്റിന്റെ ഫുൾ ഫോം എന്താന്നുള്ളതാണ്. ഇതൊക്കെ എളുപ്പമുള്ളതാണ്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സർഫേസിയുടെ ഫുൾ ഫോം എന്താന്നുള്ളതാണ്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. KYC എന്താ, നോ യുവർ കസ്റ്റമേഴ്സ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്താണ്. ദർ ഈസ് നോ മാക്സിമം ട്രാൻസ്ഫർ ലിമിറ്റ് ഇൻ RTGS. MICR എന്താന്നുള്ളതാണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണ്. നബാർഡിന്റെ ഇട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. എല്ലാ പരീക്ഷയ്ക്കും ഇതിനും അത് വന്നിട്ടുണ്ട്. നബാർഡ് സെറ്റപ്പ് ചെയ്ത എന്നാണ്. ഓപ്ഷൻ എ ആണ്. 12 ജൂലൈ 1982. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നത് എന്താന്നുള്ളതാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ആണ്. IFSC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. ഓപ്ഷൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. ഇൻ കേസ് ഓഫ് ജനറൽ ക്രോസിംഗ് ഓഫ് ചെക്ക് എന്താണ്. റിക്വയർഡ് 2 lines across the check ആണ്.
Dash is a social security scheme implemented by Government of India which provides risk coverage of 2 lakh for accidental death and full disability and rupees 1 lakh for partial disability. Answer വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ എന്ന് ചോദിച്ചാൽ ഓൾ ഓഫ് ദ എബവ് ആണ്. സ്പെഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ്, പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് ചോദിച്ചാൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്ററും, അല്ലാത്ത കേസിൽ ചോദിച്ചാൽ ഇതെല്ലാം ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്ട് ഏരിയന്ന്. നെക്സ്റ്റ് IT-യുടെ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. IT-യുടെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഔട്ട്പുട്ട് ഡിവൈസ് ഫെസിലിറ്റേറ്റ് ഫീഡ്ബാക്ക് ടു ദ യൂസർ ഓപ്പൺ ഇൻ ഗെയിമിംഗ് കൺട്രോൾ മൊബൈൽ ഡിവൈസസ്. അതിന്റെ ആൻസർ വരുന്നത് ഹാപ്റ്റിക് ഡിവൈസ് ആണ്. ഫിഷിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ദാറ്റ് ഇൻവോൾവ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സെൻഡിങ് fraudulent email to obtain sensitive information. System software that translate high level language to machine language, compiler ആണ്. Which component of operating system handling the execution of process and tasks? Answer വരുന്നത് ഓപ്ഷൻ ബി, kernel ആണ്. In programming, what is the purpose of loop എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, to execute a block code multiple times. In spreadsheet software, what is the interaction of row and column called? Cell ആണ്. Which application software is primarily used for email communication? Microsoft Outlook ആണ്. Which network is used to connect multiple network over geographical areas such as countries? WAN ആണ്. Which networking device is responsible for directing data pack between network typically found at gateway between local network and internet? Answer വരുന്നത് റൂട്ടർ ആണ്. HTML-ന്റെ കോഡ് ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻസ്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തവരുണ്ടായിരിക്കും, എക്സാം പ്രയാസമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. എന്തായാലും നമുക്ക് വിഷമിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വലിയ 2 പരീക്ഷകൾ കഴിഞ്ഞു, JCEയും കേരള ബാങ്കും കഴിഞ്ഞു. പക്ഷെ നമുക്ക് ആശ്വാസമായിട്ട് CSEB കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വിളിക്കുന്ന ക്ലർക്ക് കാഷ്യർ എക്സാം ഉണ്ട്. അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ CSEB എക്സാമിന് ഇതുവരെ എഴുതി തുടങ്ങാത്ത ആളുകൾ, ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ കോപ്പറേഷൻ നമുക്ക് ഒരു ബേസ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇനി കുറച്ചും കൂടി CSEBയുടെ ലെവൽ എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയാസിനാണ് CSEB ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ബിഗിനേഴ്സ് ബാച്ച്, കുറച്ച് സീറ്റ്സേ ഉള്ളൂ. നമ്മൾ 50 സ്റ്റുഡൻസിനെയാണ് ഓരോ ബാച്ചിലും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബാച്ച് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. തുടക്കക്കാർക്ക് ബേസിക് മുതൽ, കോപ്പറേഷന്റെ ബേസിക് മുതൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആ രീതിക്കാണ് ആ ബാച്ച് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ട് ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക. ബാച്ച് നമ്മൾ നവംബർ 1-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്തായാലും ഇനി ഇതൊക്കെ ടഫായവരൊക്കെ, കട്ട് ഓഫ് നമുക്ക് പറയാനായിട്ടില്ല, നമ്മൾ പോൾ ഇട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ റിവീൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ എനിക്ക് വെറുതെ നിങ്ങളോട് ഒരു കട്ട് ഓഫ് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എന്താണ് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി നമുക്ക് എന്താണ് റിലവന്റ് ആവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പോൾ കൊടുത്തിട്ടുണ്ട്. ആ പോളിനനുസരിച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി JCEയും കേരള ബാങ്കും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കാതെ പുതിയ CSEB എക്സാമിന് പഠിച്ചു തുടങ്ങുക. എന്തായാലും CSEBയുടെ ഇനി കുറെ തവണ CSEB എക്സാം എഴുതി ഇതുവരെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യണ്ട. നോട്ടിഫിക്കേഷൻ എന്തായാലും നവംബർ ഫസ്റ്റ് വീക്കിൽ വരും. അപ്പൊ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമുക്ക് എന്താണ് ഇന്നത്തെ ഒരു പരീക്ഷയോട് കൂടിയിട്ട് നമ്മളുടെ ഇത് അവസാനിക്കുന്നില്ല. നമ്മൾ എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ച ആളുകളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ വിജയിച്ചേ പറ്റൂ. അപ്പോൾ CSEB എക്സാമിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് കേരള ബാങ്ക് അല്ലെ. അപ്പോൾ കേരള ബാങ്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ എങ്ങനെയാണ് എക്സാം, ഏതൊക്കെ പേപ്പർ ടഫ് ആയിരുന്നോ ഈസി ആയിരുന്നോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിന് പോവാം.
ഏതെങ്കിലും ആയിട്ട്? സ്റ്റേറ്റ്മെന്റൊക്കെ ആലോചിച്ചെടുക്കാൻ താമസം വരുമായിരുന്നു. അതെ. അപ്പം അതുകൊണ്ട് സമയമൊന്നും കിട്ടില്ല. JCA പോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഞാൻ ഈ കോപ്പറേറ്റീവ് ജോലി ചെയ്യുന്നുണ്ട്. അതെ അല്ലേ. അപ്പോൾ എക്സാം സബ്ജക്റ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു അല്ലേ? പഠിച്ചവർക്ക് കുഴപ്പമില്ലായിരുന്നു. അതെ അല്ലേ. പേരെന്താ? പേര് നീതു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുഴപ്പമില്ലായിരുന്നു. JCA-നേക്കാളും ബെറ്റർ ആയിരുന്നു. വായിച്ചെടുക്കാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയതുകൊണ്ട് വായിച്ചെടുക്കാൻ കുറച്ച് മറ്റേ JCA അത്ര ടഫ് ഇല്ലായിരുന്നു? ഇല്ല 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 അല്ലേ. അപ്പോൾ നല്ല രീതിയിൽ കട്ട് ഓഫ് ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഉണ്ടാവും. നല്ല കട്ട് ഓഫ് ആയിരിക്കും. അതെ. ഇനി CSEB എക്സാമിന് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് കാണാറുണ്ട്. മേഡത്തിന്റെ ആദ്യ മേഡത്തിന്റെ. അതെ അല്ലേ. താങ്ക് യു. പേരെന്താ? അഞ്ജന. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം കുറച്ച് ടഫായിരുന്നു. സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു കുറച്ച് ടഫ്. ബാക്കി അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിരുന്നു. JCA-യുടെ എക്സാം അപേക്ഷിച്ച് ഇത് ടഫായിരുന്നു അല്ല ഈസി ആയിരുന്നോ? JCA-യുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇച്ചിരി വായിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു. ഇത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കട്ട് ഓഫ് എങ്ങനെ പ്രതീക്ഷ ഉണ്ടോ? അതെ ഓക്കെ. പിന്നെ